നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പോലീസ് നടപടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തം. കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. COA കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. സംഘാടക സമിതി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കൈവെട്ട് പ്രസംഗത്തിനെതിരെ സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആവേശവും വികാരവും ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയരുതെന്ന് ജിഫ്രി തങ്ങൾ. മധൂർ ക്ഷേത്രത്തിൽ മണ്ഡല ഭജന സങ്കീർത്തനോത്സവത്തിന് തുടക്കമായി. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം ചെയ്തു. PK മാഹിൻ ഹാജി അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മാനവ സംസ്കൃതി ജില്ലാ കമ്മിറ്റി PT തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കെതിരെ 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് RDO ഓഫീസ് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 100ഓളം പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് നഗരസഭയ്ക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. KPCC അംഗം ഹക്കീം കുന്നൽ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരുപാട് വാദങ്ങൾ, സംസ്ഥാനത്തിന്റെ മന്ത്രിമാരും സംസ്ഥാനത്തിന്റെ CPMന്റെ സെക്രട്ടറി ഉൾപ്പെടെ ആ അറസ്റ്റിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ജനാധിപത്യ നേതാക്കന്മാർ സംസ്ഥാന സർക്കാരിനോടും പോലീസിനോടും ചോദിച്ച ഒരു ചോദ്യത്തിനും നാളിതുവരെ ഉത്തരം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. 2021 സംസ്ഥാനത്തെ AISFന്റെ പ്രമുഖയായ നേതാവ് നിമിഷ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ 2021 കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യേണ്ട SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കഴിഞ്ഞ 3 വർഷക്കാലമായി സമാനമായ കേസിൽ അറസ്റ്റ് ചെയ്യേണ്ട പല സന്ദർഭങ്ങളുണ്ടായിട്ടും പോലീസ് VIP പരിഗണന നൽകി മുന്നോട്ട് പോയതല്ലാതെ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാരിനോ പോലീസിനോ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ അധ്യക്ഷനായി. M അസിനാർ, BP പ്രദീപ് കുമാർ, പ്രവീൺ തോയമ്മൽ, രതീഷ് കാട്ടുമാടം, രാജേഷ് പള്ളിക്കര, രാജേഷ് തമ്പാൻ, ഉസൈസ് ബേഡകം, പ്രവാസ് ഉണ്ണിയാടൻ, ദീപു കല്യോട്ട് തുടങ്ങി നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. DYSP P ബാലകൃഷ്ണൻ നായർ, CIമാരായ TK മുകുന്ദൻ, രഞ്ജിത്ത് രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. സംഘാടക സമിതി രൂപീകരണ യോഗം നീലേശ്വരം നളന്ത റിസോർട്ടിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. 14ാമത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. നീലേശ്വരം നളന്ത റിസോർട്ടിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റ് ദിനത്തോടനുബന്ധിച്ച് നീലേശ്വരം കരുണ പാലിയേറ്റീവ് സെന്ററിന് സഹായധന വിതരണ ഉദ്ഘാടനവും MP നിർവഹിച്ചു. പ്രതികാരമില്ലാതെ വാർത്തകൾ ചെയ്യുന്നതിലും രാഷ്ട്രീയം കലർത്താതെ സത്യസന്ധമായി വാർത്ത ജനങ്ങളിൽ എത്തിക്കുന്നതിലും ഗ്രാമീണ പ്രശ്നങ്ങളും വിനോദവും വിജ്ഞാനപ്രദവുമായ പരിപാടികൾ കാഴ്ചവെക്കുന്നതിലും പ്രാദേശിക ചാനലുകൾ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളുടെ ശബ്ദമായവരാണ് കേബിൾ ഓപ്പറേറ്റർമാരെന്നും MP പറഞ്ഞു. പ്രാദേശിക ചാനലുകൾക്കെതിരെ കൊണ്ടുവരുന്ന നിയന്ത്രണത്തിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഈ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MP കൂട്ടിച്ചേർത്തു. ഒരാളെ വളർത്തി വലുതാക്കണമെങ്കിലും ഒരാളെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചാലും വലിയ വലിയ ചാനലുകൾ ചെയ്യുന്നതിനേക്കാൾ നിഷ്പ്രയാസം പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകൾക്ക് അതിന് സാധിക്കും. പ്രതികാര വാഞ്ചയില്ലാതെ രാഷ്ട്രീയത്തിൽ ഇതിൽ പല ആളുകൾക്കും രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെങ്കിലും വാർത്തകളിൽ രാഷ്ട്രീയം കലർത്താതെ സത്യസന്ധമായി വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്ന വിജ്ഞാനപ്രദവും വിനോദായകമായ പരിപാടികൾ കാഴ്ചവെച്ച് വലിയ വലിയ ചാനലുകളെക്കാൾ കൂടുതൽ ജനപ്രീതി നേടിയിട്ടുള്ളത് നിങ്ങളെപ്പോലെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്ന
മാധ്യമ പ്രവർത്തകരാണ്. ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, സംഘടന കൊണ്ട് ശക്തരാകുക. സംഘടനയില്ലാത്ത ആർക്കും ഒരിക്കലും ശക്തി സമാഹരിക്കാൻ കഴിയില്ല. പല തുള്ളി പെരുവെള്ളമാണ്, ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നാണ്. ഒരുമയുടെ ഒരു ശക്തി ഒറ്റയ്ക്കൊറ്റയ്ക്ക് എന്നാൽ ആർക്കും കിട്ടില്ല. COE സംസ്ഥാന നിർവാഹക സമിതി അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ശുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ലോഹിതാക്ഷൻ, ജില്ലാ ട്രഷറർ പ്രദീപ് കുമാർ, KCCL ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി, CCN MD TV മോഹനൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സ്വാഗതവും നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് CP നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി രക്ഷാധികാരികളായി COA സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ വിജയകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് ശുക്കൂർ കോളിക്കര എന്നിവരെ തെരഞ്ഞെടുത്തു. സംഘാടക സമിതി ചെയർമാനായി COA സംസ്ഥാന കമ്മിറ്റി അംഗം ലോഹിതാക്ഷനെയും വൈസ് ചെയർമാനായി അജയൻ MR, ഉസ്മാൻ പന്ത്യല എന്നിവരെയും തെരഞ്ഞെടുത്തു. ഹരീഷ് P നായരെ ജനറൽ കൺവീനറായും ബൈജുരാജ് CPയെ കൺവീനറായും പ്രദീപ് കുമാർ KA ട്രഷററായും തെരഞ്ഞെടുത്തു. ജില്ലാ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൈവെട്ട് പ്രസംഗത്തിനെതിരെ സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ആവേശവും വികാരവും ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയരുതെന്നും വാക്കുകൾ മാന്യമാവണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. വാക്കുകൾ ആളുകളെ വെറുപ്പിക്കുന്നതും തമ്മിലടിപ്പിക്കുന്നതും ആവരുതെന്നും കാസർഗോഡ് മഞ്ചേശ്വരം പൈവിളികയിൽ സന്നദ്ധാന ചടങ്ങിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ സൗഹാർദ്ദം വളർത്താനുള്ളതായ പ്രവർത്തനങ്ങൾ നിന്നുണ്ടാവണം. നിങ്ങളുടെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിലുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആവേശവും വികാരമൊക്കെ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പറയല്ല വേണ്ടത്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചുകൊണ്ടാവണം നമ്മൾ പറയേണ്ടത്. ഒരു മൂമിന് ഉപയോഗിക്കാൻ പറ്റിയതായ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടുത്തെ ഏതെങ്കിലും നിലക്ക് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും നിലക്കുള്ളതായ വിരോധം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും നിലക്കുള്ള അനൈക്യം ഉണ്ടാക്കി തീർക്കുന്നതായ വാക്കുകൾ നിന്നുണ്ടാകാൻ പാടില്ല. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി നേതൃത്വത്തിൽ മധൂർ ക്ഷേത്ര നവീകരണ സമിതി, ക്ഷേത്ര ബ്രഹ്മകലശോത്സവ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മധൂർ ക്ഷേത്രത്തിലെ മണ്ഡല ഭജന സങ്കീർത്തനോത്സവത്തിന് തുടക്കമായി. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി നേതൃത്വത്തിൽ മധൂർ ക്ഷേത്ര നവീകരണ സമിതി, ക്ഷേത്ര ബ്രഹ്മകലശോത്സവ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന മണ്ഡല ഭജന സങ്കീർത്തനോത്സവത്തിന് തുടക്കമായി. ഉളിയത്തെടുക്ക മൂലസ്ഥാനത്ത് നിന്ന് വിവിധ ഭജന ഗ്രൂപ്പുകളുടെ ഭജന ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത്. സംഗീതോത്സവം എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം ചെയ്തു. ಮಾತ್ರಲ್ಲ, ಅದರ ಒಳಗಿರುವಂತಹ ಅರ್ಥವನ್ನು ಕೂಡ ನಾವು ತಿಳಿದುಕೊಂಡ್ರೆ ಖಂಡಿತವಾಗಿಯೂ ಅದು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಒಂದು ಉತ್ತಮ ಒಬ್ಬ ಭಕ್ತರಾಗಿ ಉತ್ತಮ ಪ್ರಜೆಯಾಗಿ ನಮ್ಮನ್ನು ರೂಪಿಸಿಕೊಳ್ಳುವುದರಲ್ಲಿ ಸಹಾಯಕಾರಿ. ಅಂತಹ ಮಾರ್ಮಿಕವಾದಂತಹ ಅತ್ಯಂತ ಉನ್ನತವಾದಂತಹ ಸಂದೇಶಗಳನ್ನು ಅಳವಡಿಸಿಕೊಂಡು ನಮ್ಮ മാണില ശ്രീതാമയിലെ മോഹനദാസ് പരമഹംസ സ്വാമിജി, ചിന്മയ മിഷനിലെ വിവിക്താനന്ദ സരസ്വതി സ്വാമി, ക്ഷേത്രതന്ത്രി ഉളിയത്തായ വിഷ്ണു അസ്രാം, ബ്രഹ്മശ്രീ രവീശതന്ത്രി കുണ്ടാർ, ക്ഷേത്ര മേൽശാന്തി ശ്രീ കൃഷ്ണ ഉപാധ്യായ, രത്തൻകുമാർ കാമട, ഡോക്ടർ BS റാവ്, ജയദേവ ഖണ്ഡികെ, മഞ്ജുനാഥ് കാമത്ത്, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണ, വൈസ് പ്രസിഡന്റ് സ്മിജ വിനോദ്, ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ T രാജേഷ് എന്നിവർ സംബന്ധിച്ചു. അയ്യപ്പ നായിക് സ്വാഗതവും ജഗദീഷ് കൂഡ്ലു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിം ലീഗ് നേതാവും മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന PK മാഹിൻ ഹാജി അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച PK മാഹിൻ ഹാജി അനുസ്മരണ സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ ചേരങ്കൈ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ബേക്കൽ സ്വാഗതം പറഞ്ഞു. സഹീദ് സഅദി പ്രാർത്ഥന നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ PM മുനീർ ഹാജി, അബ്ദുള്ള കുഞ്ഞി ചെർക്കള, ഹാരിസ് ചൂരി, മാഹിൻ കേളോട്, KB കുഞ്ഞാമു ഹാജി, SP സലാഹുദ്ദീൻ, മുഹമ്മദ് കുഞ്ഞി ചായിൻഡടി, AA ജലീൽ, MH മഹമ്മൂദ്, അബ്ദുൾ റഹ്മാൻ ഖാസി, KA അബ്ദുള്ള കുഞ്ഞി,
നാസർ ചായിൻ്റടി, നാസർ ചെറുക്കള, ജലീൽ എരുതുംകടവ്, ഹബീബ് ചെട്ടുംകുഴി, മൊയ്തീൻ കൊല്ലമ്പാടി, സുഹൈൽ ഫൈസി, MA നജീബ്, PM കബീർ, AK ഷാഫി, മുഹമ്മദ് കുന്നിൽ, നൂറുദ്ദീൻ കോട്ടക്കുന്ന് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ മുത്തശ്ശി മുത്തച്ഛന്മാർക്കൊരു ദിനം ആചരിച്ചു. പേരമക്കളോടൊപ്പം 100-ൽ പരം മുത്തശ്ശി മുത്തച്ഛന്മാർ ചടങ്ങിൽ പങ്കെടുത്തു. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച മുത്തശ്ശി മുത്തച്ഛന്മാർക്കൊരു ദിനം പരിപാടി ശ്രദ്ധേയമായി. പേരമക്കളോടൊപ്പം 100-ൽ പരം മുത്തശ്ശി മുത്തച്ഛന്മാർ പരിപാടിയിൽ പങ്കെടുത്തു. ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ആധുനിക യുഗത്തിൽ കുട്ടികളുടെ വളർച്ചയിൽ മുത്തശ്ശി മുത്തച്ഛന്മാർക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് സ്വാമിജി അധ്യക്ഷ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു. ഡോക്ടർ യശോദ രാഘവൻ മുഖ്യാതിഥിയായിരുന്നു. വിദ്യാലയ പ്രിൻസിപ്പൽ സുനിൽകുമാർ KC, വൈസ് പ്രിൻസിപ്പൽ പ്രശാന്ത B, പ്രധാന അധ്യാപികമാരായ പൂർണിമ SR, സിന്ധു ശശീന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികളായ നിവേദ്യ വാമനൻ സ്വാഗതവും ഹൃതിക C നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികൾ ചടങ്ങിനെ വർണ്ണാഭമാക്കി. മുത്തശ്ശി മുത്തച്ഛന്മാർക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. സമ്മാനാർഹരായവർക്ക് ഉപഹാരങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ബല്ല ഡിവിഷൻ കുടുംബസംഗമം നടന്നു. 20-ന് DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ നിർമ്മാണ തൊഴിലാളി മേഖലയിലെ മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കണമെന്ന് കുടുംബസംഗമം അഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ നിർമ്മാണ തൊഴിലാളി മേഖലയിലെ മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ബല്ല ഡിവിഷൻ കുടുംബസംഗമം അഭ്യർത്ഥിച്ചു. CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CITU ബല്ല ഡിവിഷൻ പ്രസിഡന്റ് M ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി യേശുദാസ് സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് K ശശി രാവണീശ്വരം, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M ബാലകൃഷ്ണൻ കാലിക്കടവ്, M ശോഭ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് അടുക്കത്ത് ബയൽ ധൂമാവതി ദൈവധർമ്മ നിയമോത്സവം, പ്രതിഷ്ഠാ വാർഷികോത്സവം, ബ്രഹ്മബലി ബൈതർക്കള നിയമോത്സവം എന്നിവയുടെ ക്ഷണപത്രിക പ്രകാശനം നടന്നു. നിരവധി പ്രമുഖർ പങ്കെടുത്തു. അടുക്കത്ത് ബയൽ ഹൊസമനെ ശ്രീ ബ്രഹ്മ ബൈതർക്കള ഖരടിയിൽ 2024 മാർച്ച് 22 മുതൽ 25 വരെ നടക്കുന്ന ശ്രീ ധൂമാവതി ദൈവ നിയമോത്സവം, പ്രതിഷ്ഠാ വാർഷികോത്സവം, ബ്രഹ്മബലി ബൈതർക്കള നിയമോത്സവത്തിന്റെയും ക്ഷണപത്രിക പ്രകാശന കർമ്മം നടന്നു. കാസർഗോഡിലെ പ്രമുഖ ധാർമ്മിക സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ അനന്ത കാമത്ത്, ധാർമ്മിക സാംസ്കാരിക പ്രവർത്തക മീര കാമത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ഉത്സവ സമിതി അധ്യക്ഷൻ കമലാക്ഷൻ KN, സെക്രട്ടറി മൈന്ദപ്പ, ക്ഷേത്ര സേവാ സമിതി അധ്യക്ഷൻ കമലാക്ഷ, സുവർണ, സെക്രട്ടറി ശിവ കറന്തക്കാട്, ദയാനന്ദ പൂജാരി കൊളക്കെബയൽ, രഘു മീപ്പുഗിരി, പ്രേംജിത്ത്, സത്യനാരായണൻ മാസ്റ്റർ, രമേശ് പൂജാരി തുടങ്ങിയവർ പങ്കെടുത്തു. ಹಾಗೂ 5 ವರ್ಷಕ್ಕೊಮ್ಮೆ ನಡೆಯುವಂಥ ಧೂಮಾವತಿ ದೈವದ ನೇಮೋತ್ಸವ ಹಾಗೂ ಪ್ರತಿಷ್ಠಾ ವಾರ್ಷಿಕೋತ್ಸವ 2024 ಜನವರಿ 22ರಿಂದ ಮಾರ್ಚ್ 22ರಿಂದ 25ರವರೆಗೆ ವಿವಿಧ ವೈದಿಕ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ಇಲ್ಲಿ ನಡೆಯಲಿದೆ. ಆ ಕಾರ್ಯಕ್ರಮದ ಆಮಂತ್ರಣ ಪತ್ರ ಬಿಡುಗಡೆ ಸನ್ನಿಧಿಯಲ್ಲಿ ಕಾಸರಗೋಡಿನ ಸಾಮಾಜಿಕ ಮುಖಂಡರಾದ ಶ್ರೀ ಡಾಕ್ಟರ್ ಅನಂತ್ ಕಾಮತ್ ಅವರು ಶ್ರೀಮತಿ ಮೀರಾ ಕಾಮತ್ ಅವರಿಗೆ ನೀಡಿ ನಿರ್ವಹಿಸಿದ್ದಾರೆ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബോവിക്കാനം AUP സ്കൂളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന ഇംഗ്ലീഷ് ക്യാമ്പ് സമാപിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ശേഖരൻ മാഷ്, HM ബിന്ദു ടീച്ചർ, ക്യാമ്പ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ, ജയകൃഷ്ണൻ P, ദീപ സന്തോഷ്, സുമിത്ര ടീച്ചർ, കാവ്യ, വേണു മാസ്റ്റർ, സുഭാഷ് ചന്ദ്ര, ജ്യോതി ടീച്ചർ, റോസമ്മ, ഷിബിലി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. സാന്ത്വനം വാർഷിക യോഗം വിപുലമായ പരിപാടികളോടെ നടന്നു. നമ്മുടെ നാട്ടിലും വേണം സിവിൽ സർവീസ് എന്ന ലക്ഷ്യവുമായി പഠന സഹായ ക്ലാസും, ഓരോ വീട്ടിലും വേണം സർക്കാർ ജോലി എന്ന ലക്ഷ്യവുമായി PSC കോച്ചിങ്ങും നടന്നു. സാന്ത്വനം വാർഷിക യോഗം വിപുലമായ പരിപാടികളോടെ നടന്നു. നമ്മുടെ നാട്ടിലും വേണം സിവിൽ സർവീസ് എന്ന ലക്ഷ്യവുമായി പഠന സഹായ ക്ലാസും, ഓരോ വീട്ടിലും വേണം സർക്കാർ ജോലി എന്ന ലക്ഷ്യവുമായി PSC കോച്ചിങ്ങും നടന്നു. ഹനീഫ മാസ്റ്റർ സ്വഭാവ് നേതൃത്വം നൽകി. നല്ല ജീവിതത്തിന് നല്ല ആരോഗ്യം എന്ന സന്ദേശവുമായി ചട്ടഞ്ചൽ ക്ലിനിക് കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സാന്ത്വനം അംഗങ്ങൾക്ക് മെഡിക്കൽ ചെക്കപ്പ് നടന്നു. ഡോക്ടർ ഇജാസ്, ഡോക്ടർ കമാൽ പാഷ, ക്ലിനിക് കെയർ മാനേജ്മെന്റ് അംഗം പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. വാർഷിക യോഗം മേൽപ്പറമ്പ് ജനമൈത്രി പോലീസ് SI വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ അശരണരും അതുപോലെ തന്നെ
സഹായം ആവശ്യമുള്ളവർക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകി വരുന്നുണ്ട്. പലപ്പോഴും പോലീസിൻ്റെ കൂടെ നാട്ടിലുള്ള ഇതുപോലുള്ള ക്ലബ്ബുകളും സംഘടനകളുമാണ് ഞങ്ങളുടെ കരുത്തായിട്ട് ഉള്ളത്. ഈ ചെമ്മനാട് പഞ്ചായത്തിലും ജനമൈത്രിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും മറ്റും സാന്ത്വനത്തിൻ്റെ പ്രവർത്തകരും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് PSC പരീക്ഷ പാസ്സാവുന്നതിനുള്ള കോച്ചിങ് കൊടുക്കുക, തൊഴിൽ നൽകുക. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ്. തൊഴിലില്ലാത്തവർക്ക് സ്വകാര്യ തൊഴിൽ സംരംഭകരുമായി ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കുക തുടങ്ങിയ വളരെ മഹത്തായ കാര്യമാണ് ഈ സാന്ത്വനത്തിൻ്റെ പ്രവർത്തനം ചെയ്തത്. സാന്ത്വനം ചെയർമാൻ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കലാഭവൻ രാജു, സൂര്യനാരായൺ ഭട്ട്, മുംതാസ് ടീച്ചർ, ഫൈസൽ കോളിയടക്കം എന്നിവർ നേതൃത്വം നൽകി. വിവിധ ചാരിറ്റി സംഘടനകളെ പ്രതിനിധീകരിച്ച് സിറാജ് തെക്കിൽ, ഇബ്രാഹിം ദേളി, സമീഉള്ള എന്നിവർ സംസാരിച്ചു. കരവർണ്ണൻ കാവുങ്കാൾ സ്വാഗതവും സുരേഷ് പച്ചളങ്ങര നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. മുജീബ് റഹ്മാനാണ് ചെയർമാൻ, സുരേഷ് പച്ചളങ്ങരയാണ് വൈസ് ചെയർമാൻ. ജനറൽ സെക്രട്ടറിമാരായി അബു താഹിർ ബണ്ടിച്ചാൽ, സ്വഭാവ് ചെമ്മനാട്, അഷ്റഫ് കോളിയടക്കം, ജാസ്മിൻ, രാജേശ്വരി പരവനടക്കം എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രൗഢമായ മാറ്റവുമായി ഗോൾ കിങ് ഉപ്പളയിൽ അതിവിശാലമായ പുതിയ വലിയ ഗോൾ കിങ് പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം സയ്യിദ് മുഹമ്മദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ നിർവഹിച്ചു. പ്രൗഢമായ മാറ്റവുമായി അതിവിശാലമായ സൗകര്യങ്ങളുമായി ഗോൾഡ് കിങ് ഉപ്പളയിൽ പ്രവർത്തനമാരംഭിച്ചു. സ്വർണ്ണാഭരണങ്ങളുടെ വിശാലമായ ശ്രേണി, വിശാലമായ പാർക്കിംഗ് സൗകര്യം, നൽകുന്ന പണത്തിന് യഥാർത്ഥമായ മൂല്യം എന്നിവ ഗോൾഡ് കിങ്ങിൻ്റെ സവിശേഷതകളാണ്. 100% BIS 916 HUID ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന വ്യാപാര പാരമ്പര്യം, കയാൽ ആൻറ്റിക് വിവാഹാഭരണങ്ങൾ, കേരള, കൊൽക്കത്ത, സിംഗപ്പൂർ, അറേബ്യൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ്, ട്രെൻഡി, പോൽക്കി, മുത്തുകളും പവിഴങ്ങളും പതിച്ച ആഭരണങ്ങൾ, സന ഡയമണ്ടുകൾ, പ്ലാറ്റിനം, 18 ക്യാരറ്റ് ആഭരണങ്ങൾ, വാച്ചുകൾ, സിൽവർ എന്നിവയുടെ വിശാലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗോൾഡ് കിങ് ചെയർമാൻ മുഹമ്മദ് ഹനീഫിൻ്റെ സാന്നിധ്യവുമുണ്ടായിരുന്നു. ആദ്യ വിൽപ്പന കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു. കയാൽ ആൻറ്റിക് സെക്ഷൻ്റെ ഉദ്ഘാടനം N അബ്ദുല്ല താജ് നിർവഹിച്ചു. സന ഡയമണ്ട് സെക്ഷൻ്റെ ഉദ്ഘാടനം സന ഹനീഫ് നിർവഹിച്ചു. ചടങ്ങിൽ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് മുഖ്യാതിഥിയായിരുന്നു. വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് അബ്ദുൽ മജീദ് മടവൂരിൻ്റെ മാജിക് ഷോയും അരങ്ങേറി. ഉപഭോക്താക്കൾക്കായി ഗോൾഡ് കിങ് പർച്ചേസ് സ്കീം ഒരുക്കിയിട്ടുണ്ട്. കുതിച്ചുയരുന്ന സ്വർണ്ണവിലയിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനായി വിലയുടെ 5% തുക നൽകി ബുക്ക് ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 20,000 രൂപ ക്യാരറ്റിന് ഡിസ്കൗണ്ട് തുടങ്ങിയ നിരവധി ഓഫറുകളും ഗോൾഡ് കിങ്ങിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഡ്രീം ഫ്ലവർ IVF സെന്ററിന്റെ 12ാമത് വാർഷികവും 6000 ശിശുജനനങ്ങളുടെ അഭിമാന നേട്ടവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഡ്രീം ഫെസ്റ്റ് 2K24 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനോവൻ ഉദ്ഘാടനം ചെയ്തു. ഡ്രീം ഫ്ലവർ IVF സെന്ററിൻ്റെ 12ാമത് വാർഷികവും 6000 ശിശുജനനങ്ങളുടെയും ആഘോഷ പരിപാടി കാസർഗോഡ് പുലിക്കുന്ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. ഡ്രീം ഫെസ്റ്റ് 2K24 എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനോവൻ ഉദ്ഘാടനം ചെയ്തു. ദമ്പതികൾക്ക് കുട്ടിയുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡ്രീം. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീം, ദാറ്റ് ഈസ് ദി ബിഗ്ഗസ്റ്റ് ഡിസയർ ദാറ്റ് എനി couple have. And അതാണ് ഈ പേരിട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഡ്രീം ഫ്ലവർ IVF സെൻറ്ററിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വിരിഞ്ഞൊരു പൂവായി തീരും എന്നുള്ളത് പ്രോബബ്ലി ഡോക്ടർ ജയലക്ഷ്മിയും ഡോക്ടർ സൂരജും ആ പേരിട്ടപ്പം ഐ റിയലി ഡോണ്ട് തിങ്ക് ദേ മസ്റ്റ് ഹാവ് തോട്ട് സോ ഡീപ്ലി ഇൻ ടു ഇറ്റ്. ബട്ട് ദർ ഇസ് ഇതിൻ്റെ അകത്തെല്ലാം ദൈവത്തിൻ്റെ ഒരു കൈയുണ്ട് ഞാൻ കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഡോക്ടർ ജയലക്ഷ്മി, ഡോക്ടർ എലിസബത്ത്
അവർക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. സൃഷ്ടിക്കേണ്ടത് എപ്പോഴും നമ്മുടെ ഭഗവാൻ തന്നെയാണ്. They are just the tools in the hand of the Almighty to get it done. അപ്പം ഡ്രീം ഫ്ലവർ എന്നുള്ള പേരിട്ടു, വിച്ച് ഗിവ്സ് ദേ കൺവേയിങ് ടു യു നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ ആ പൂക്കാലം ഈ ഹോസ്പിറ്റലിൽ നടക്കുമെന്ന്. ഹോസ്പിറ്റൽ ഡയറക്ടറും ചീഫ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ജയലക്ഷ്മി സൂരജ് ഡ്രീം ഫ്ലവറിൻ്റെ IVF വിജയയാത്ര വിശദീകരിച്ചു. IMA കാസർഗോഡ് ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് ഹരികിരൺ ബങ്കേര, മുൻ അഡീഷണൽ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ, ചീഫ് എംബ്രയോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുരേന്ദ്ര KT, IVF കൗൺസിലർ ജീന ജോർജ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഫ്സൽ ബഷീർ എന്നിവർ സംസാരിച്ചു. ഡ്രീം ഫ്ലവർ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാനവ സംസ്കൃതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PT തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി PT തോമസിൽ നിന്നും ഉയർന്നിരുന്ന ഓരോ വാക്കുകളും ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളുമായിരുന്നുവെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഓർമ്മിച്ചു. പ്രകൃതിക്ക് ക്ഷതമേറ്റാൽ അത് പ്രകൃതിക്ഷോഭത്തിന് ഇടവരുത്തുമെന്ന യാഥാർത്ഥ്യം രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങൾ ഏറെ ഏറ്റുവാങ്ങിയിട്ടും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞ നേതാവെന്ന നിലയിൽ PT എന്നും ഓർമ്മിപ്പിക്കപ്പെടുമെന്നും സോണി സെബാസ്റ്റ്യൻ കൂട്ടിച്ചേർത്തു. ഓർമ്മകളിൽ PT എന്ന പേരിൽ മാനവ സംസ്കൃതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച PT തോമസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കീഴൂത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. മാനവ സംസ്കൃതി സംസ്ഥാന വൈസ് ചെയർമാൻ M. അസ്നാർ അധ്യക്ഷനായി. ഹക്കീം കുന്നൽ, K. നീലകണ്ഠൻ, അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, KV ഗംഗാധരൻ, അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ, KV രാഘവൻ, അക്ഷയ S. ബാലൻ എന്നിവർ സംസാരിച്ചു. മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ AK ശശിധരൻ സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി PV രാജേഷ് നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കലാ സാംസ്കാരിക പരിപാടികളുടെ പ്രചാരണ ഭാഗമായി വിദ്യാർത്ഥികൾ നടത്തിയ വാർത്താ സമ്മേളനം വേറിട്ടതായി. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഉദിനൂർ സൈൻ അക്കാദമി അൽഖിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുരുന്നുകളാണ് തൃക്കരിപ്പൂരിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ഉദിനൂർ സൈൻ അക്കാദമി നേതൃത്വത്തിൽ ഫെബ്രുവരി 9, 10 തീയതികളിൽ നടത്തുന്ന വിദ്യാർത്ഥി ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥമാണ് സ്കൂളിലെ ലീഡർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പരിപാടികൾ വിശദീകരിച്ചത്. സ്കൂൾ ലീഡർ BC ഖദീജത്ത് നിഷ്ഫ, അസിസ്റ്റന്റ് ലീഡർ A. ഇമ്രാൻ അലി, സ്കൂൾ ചെയർമാൻ മുഹമ്മദ് ഷഹീം, വൈസ് ചെയർമാൻ AC ഖദീജ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കുരുന്നുകൾ സ്കൂളിന് ഈ അധ്യയന വർഷമുണ്ടായ നേട്ടങ്ങളും എണ്ണി പറഞ്ഞു. കുട്ടികൾക്ക് അമിതഭാരത്താൽ മടുപ്പ് തോന്നുന്ന രീതിയാണ് ഇപ്പോൾ നാം എല്ലാവരും കാണുന്നത്. എന്നാൽ അതേ വിദ്യാഭ്യാസത്തിൽ ഭൗതികതയും ഇസ്ലാമികവും സമന്വയിപ്പിച്ച് തികച്ചും പ്രാക്ടിക്കലായ രീതിയിൽ ശിശുസൗഹാർദ്ദ ക്ലാസ് റൂമുകളിലൂടെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കലാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള അൽഖിർ സ്കൂളിന്റെ ലക്ഷ്യം. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ അൽഖിർ സംസ്ഥാന നേതൃത്വത്തിൽ നടത്തിയ കാസർഗോഡ് ജില്ലാ ഫെസ്റ്റിൽ പ്രീ പ്രൈമറി വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാരായി. കാസർഗോഡ് കണ്ണൂർ സോൺ കിഡ്സ് ഫെസ്റ്റിൽ പ്രൈമറി വിഭാഗം ഓവറോൾ ചാമ്പ്യൻസായ സ്കൂൾ പ്രൈമറി സയൻസ് ഫെയറിൽ റണ്ണറപ്പായി. പ്രൈമറി വിഭാഗത്തിൽ നടന്ന കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻ പട്ടവും ഉദിനൂർ അൽബിർ സ്വന്തമാക്കിയതായും വിദ്യാർത്ഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 2 ആഴ്ചയായി പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവന്ന ഫാം കാർണിവൽ സമാപിച്ചു. ഫാം കാർണിവലിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച വിവിധ മേഖലയിലുള്ളവരെ സമാപന ചടങ്ങിൽ ആദരിച്ചു. കൃഷിയിലെ പുത്തൻ അറിവുകളും കാഴ്ചകളും സമ്മാനിച്ച ഫാം കാർണിവൽ സമാപിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5000-ഓളം പേർ കാർണിവൽ കാണാനെത്തി. മേളയോടനുബന്ധിച്ച് ഏകദേശം 200 പേർക്ക് കൂൺ കൃഷിയിലും 134 പേർക്ക് ഹൈബ്രിഡൈസേഷനിലും 70 പേർക്ക് തേനീച്ച വളർത്തലിലും 205 പേർക്ക് ഗ്രാഫ്റ്റിംഗിലും പരിശീലനം നൽകി. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഈ മാസം തന്നെ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ആഗ്രോ സർവീസ് സെന്ററിന്റെ ഭാഗമായുള്ള വിവിധ ഫാം മെഷീനറികളുടെ പ്രദർശനവും ഡെമോൺസ്ട്രേഷനും ഫാം കാർണിവലിനോടനുബന്ധിച്ച് നടന്നു. സങ്കരയിനം തെങ്ങിൻ തൈകളടക്കം നിരവധി നടീൽ വസ്തുക്കൾ, അടുക്കളത്തോട്ട കിറ്റ്, വിവിധ ജൈവ ഉൽപാദന ഉപാധികൾ, ഫാമിൽ നിന്നും അപ്പപ്പോൾ പറിച്ചു നൽകുന്ന ഫ്രഷ് ഫാം ചീര, തേങ്ങ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ജൈവ അരി തുടങ്ങിയവയുടെ വിൽപ്പനയും മേളയിലുണ്ടായി.
സമാപന സമ്മേളനം പഞ്ചായത്ത് അംഗം പി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ചു. ഫാം കാർണിവലിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച വിവിധ മേഖലയിലുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. കലാകായിക മത്സരങ്ങളിൽ വിജയികളായ ജീവനക്കാർക്ക് പ്രസ് ഫോറം പ്രസിഡന്റ് രജീഷ് കുളങ്ങര, സെക്രട്ടറി ദിജേഷ് പട്ടോട് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ്, ഫാം സൂപ്രണ്ട് കെ സി ജയമോൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി വി മീരാദേവി, ഡോക്ടർ മീര മഞ്ജുഷ, സി വി രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മടിക്കൈ പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്ര ഊട്ടുപുരയുടെ ഉദ്ഘാടനം നടത്തി. ജനറൽ ബോഡി യോഗവും ചേർന്നു. കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാവണമെന്ന് കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമൻ മടിക്കൈ പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്ര ഊട്ടുപുരയുടെയും ജനറൽ ബോഡി യോഗത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുധാകരൻ പുത്തങ്കൈ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ, ഉത്തര മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ, ക്ഷേത്ര കോയിമ ഐക്കോടൻ കുഞ്ഞമ്പൂ നായർ, എം കുമാരൻ കിഴക്കുംകര, ടി രാജൻ, ടി രതീഷ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം സെക്രട്ടറി സുകുമാരൻ കാണൂത്ത് സ്വാഗതവും ട്രഷറർ ഗംഗാധരൻ കരളി നന്ദിയും പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പൂരക്കളിയിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. BMS കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വാർഷിക സമ്മേളനം സമാപിച്ചു. BMS കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ബാബു ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി വാർഷിക സമ്മേളനം പുതിയകോട്ട മാരാർജി മന്ദിരം ഹാളിൽ നടന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ സമാന്തര ഓട്ടോറിക്ഷ സർവീസ് നിർത്തലാക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BMS കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ബാബു പറഞ്ഞു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് രാകേഷ് അധ്യക്ഷനായി. ട്രഷറർ HV ദാമോദര വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സെക്രട്ടറി പ്രഭാശങ്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. BB സത്യനാഥ് സമാരോഹ പ്രഭാഷണവും പുതിയ ഭാരവാഹികളെയും പ്രഖ്യാപിച്ചു. മുനിസിപ്പൽ പ്രസിഡന്റ് സുദേശ് മുത്തപ്പൻതറ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സൂര്യോദയം ബാലകൃഷ്ണൻ, കുഞ്ഞിരാമൻ കാട്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് റെയിൽവേ, കോട്ടച്ചേരി, അനശ്വര ജംഗ്ഷൻ, കണ്ണൻസ് ജംഗ്ഷൻ, പുതിയകോട്ട എന്നീ 5 പുതിയ യൂണിറ്റുകൾ രൂപീകരിച്ചു. പുതിയ ഭാരവാഹികളായി രാകേഷ് മുത്തപ്പൻതറ പ്രസിഡന്റും പ്രഭാഷ് ശങ്കർ ചേറ്റുകുണ്ട് ജനറൽ സെക്രട്ടറിയും HU ദാമോദര ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. 19 അംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. ചടങ്ങിൽ പ്രഭാഷ് ശങ്കർ ചേറ്റുകുണ്ട് സ്വാഗതവും ഷിമോജ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പോലീസ് നടപടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തം. കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. COA കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. സംഘാടക സമിതി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കൈവെട്ട് പ്രസംഗത്തിനെതിരെ സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആവേശവും വികാരവും ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയരുതെന്ന് ജിഫ്രി തങ്ങൾ. മധൂർ ക്ഷേത്രത്തിൽ മണ്ഡല ഭജന സങ്കീർത്തനോത്സവത്തിന് തുടക്കമായി. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം ചെയ്തു. PK മാഹിൻ ഹാജി അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മാനവ സംസ്കൃതി ജില്ലാ കമ്മിറ്റി PT തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.